ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഗുഡ് ഈവനിങ് ആയിരിക്കും. സോ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു, കുളിച്ചു, ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എത്ര മണിയായി? 8:50 ആയി. 9:15 ആകുമ്പോഴത്തേക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. സോ അതിൻ്റെ മുന്നേ ഞാൻ ഏറ്റവും ഫസ്റ്റ് ജസ്റ്റ് എൻ്റെ വർക്കൊക്കെ വൈൻഡപ്പ് ചെയ്തു ഓൾമോസ്റ്റ്. ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ ജീര വാട്ടർ, ചൂടുള്ള വെള്ളമാണ് കുടിക്കുക ഫസ്റ്റ് തന്നെ. അപ്പം നമുക്ക് വേഗം പെട്ടെന്ന് പോയിട്ട് അത് ഉണ്ടാക്കാം. അപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ വീഡിയോ. ഹോം ടൂറിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഓൾമോസ്റ്റ് പാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ജസ്റ്റ് 2.5 വീക്സ് ആൻഡ് നമുക്ക് ഇവിടുന്ന് പോകണം. സോ ഇനി വന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാം. സോ നമ്മൾ സിനമൺ സ്റ്റിക്സും ജീര ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് സിമ്മിലിട്ട് വെച്ച് ലെറ്റ് ഇറ്റ് ബോയിൽ. അപ്പം മെല്ലെ മെല്ലെ ബോയിൽ ആയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ പോയിട്ട് എൻ്റെ പണിയെടുക്കും. കമോൺ. ഞാനെന്താ വിചാരിച്ചു വെച്ചാൽ, ഇപ്പം ഞാൻ ഭയങ്കര സ്വീറ്റ് തിന്നുന്ന ഒരാളാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി ഇന്ന് 14th അല്ലേ, ഒരു 2 വീക്സ് കണ്ടിന്യൂസ് ഞാൻ എന്തായാലും ഷുഗർ കഴിക്കാണ്ടിരിക്കും. ബിക്കോസ് ജൂൺ ഫസ്റ്റ് വീക്ക് നമുക്ക് പോകണം. അപ്പം എന്തെങ്കിലും ട്രാവലിങ്ങിൽ എന്ത് കഴിച്ചാലും അതിന് മുന്നേ ഞാൻ എന്തായാലും ഒന്നും കഴിക്കൂല. അത് കഴിഞ്ഞിട്ട് എൻ്റെ വെയിറ്റ് നോക്കാം. ഞാൻ വേറെ കുറേ എക്സസൈസും ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് 2 വീക്ക് എക്സസൈസ്, 2.5 വീക്ക് എക്സസൈസ് ചെയ്താൽ എന്ത് ഡിഫറൻസ് ആയിരിക്കും എന്ന് ഞാൻ അതും നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ആക്ച്വലി ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാനിപ്പം എടുത്തു വെച്ചിട്ടുണ്ട് ആൻഡ് എൻ്റെ സൺസ്ക്രീൻ. സോ ഞാൻ വേഗം തന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് വരാം. ജസ്റ്റ് സിറം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. പിന്നെ എനിക്ക് വേഗം പണി കൊടുക്കണം. ബൈ. സോ എൻ്റെ സിനമൺ ജീര വാട്ടർ ഇത് കിട്ടി. മെല്ലെ ലോ ഫ്ലെയിമിലായിരുന്നു ഞാൻ അത് ചൂടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അത് നല്ല ഫുൾ അതിൻ്റെ പത്ത് എന്താ പറയുക അതൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഞാൻ എൻ്റെ പണിയെടുക്കുക. ഞാനിനി എന്തെങ്കിലും അപ്ഡേറ്റ്സിൻ്റെ മെല്ലെ മെല്ലെ തരുന്നതായിരിക്കും. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ല. ഇപ്പം ഇനി ദീദി ഭയ്യ എല്ലാവരും വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പണിയെടുക്കട്ടെ. കുറച്ച് പണി കൂടുതലാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ABC ജ്യൂസ് വന്ന്, ഞാൻ ഇപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ABC ജ്യൂസ് വന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിഞ്ഞത് ഇനി മിക്സ് ആക്കണം. ഓട്സിൻ്റെ മേലെ ഞാൻ ഫ്രൂട്ട് അനാറിട്ടു. ഇനി ഇത് കഴിക്കും മെല്ലെ. ഇന്ന് കുറച്ച് ഹെക്ടിക് ഡേ ആണ്. സോ ബാക്ക് ടു വർക്ക്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ്, ഓട്സ്, സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, എവറിത്തിങ് മിക്സ്. ഞാനിപ്പം 1/2 hour ബ്രേക്ക് എടുത്തതാണ്. ഇനിയിപ്പം ഇത് എല്ലാ കുഷൻസിൻ്റെ കവർ മാറ്റിയിടുകയാണ്. ഇതൊക്കെ ഇനി വാഷിംഗ് മെഷീനിൽ ഇടണം. എന്നിട്ട് ആകെ 2 വീക്സ് അല്ലേ ബാക്കിയുള്ളൂ. വേഗം ഇത് ഉണങ്ങിയിട്ട് ഇത് വേണം പാക്ക് ചെയ്യാനൊക്കെ കൂടി. അപ്പം മെല്ലെ മെല്ലെ ഒക്കെ ഡ്രസ്സൊക്കെ ഇപ്പം വാരി വലിച്ച് കിടക്കുകയാണ്. എല്ലാ സാധനവും ഞാൻ ഓരോന്നും എടുത്ത് വെക്കണം. അപ്പം സോ ഇതാണ് ഫുള്ളായിട്ട് എനിക്ക് ഈ റിംഗ് ലൈറ്റിൽ എടുത്തിട്ട് ഇരുന്നിട്ട് ഫുള്ള് ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ല ആസ് അതർ വീഡിയോസ്. ബട്ട് ഇതാണ് ഇപ്പം. എല്ലാ സാധനം കുറച്ച് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതും കേർട്ടൻസ് ഇതിപ്പം ഇടൂല. ഇപ്പം ജസ്റ്റ് ഇതിൻ്റെ കവറൊക്കെ മാറ്റി വെക്കുക ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പം കവറൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനൊക്കെ കൂടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇത് കഴുകുന്നതായിരിക്കും. ഇപ്പോൾ ഭയങ്കര വെയിലാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ ആറിയിടൂല. ഇപ്പം ഞാൻ കരിഞ്ഞു പോകും ഇപ്പോൾ ആറിയിട്ടാൽ. ഈവനിങ് ആയിരിക്കും ആറിയിടുക, നോക്കട്ടെ. അപ്പം ആ ടൈമിൽ ഞാൻ കഴുകാനോടും. സോ ഇതായിരുന്നു ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാനിത് ശരിക്കും ജൂലൈയിൽ പോകാൻ വെച്ചിട്ട് ഇനി ഇത്ര കുറച്ചും കൂടി ഡിലേ ആക്കിയത്. ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത്. ജൂലൈയിലല്ല, ജൂൺ ഫസ്റ്റ് വീക്കിൽ 3-ാം തീയതിയാണ് പോകേണ്ടത്. അപ്പം എത്രയും പെട്ടെന്ന് ഇത് ചെയ്തിട്ടില്ല ഇതൊന്നും ആവില്ല. അത്രയും കുറേ സാധനങ്ങളുണ്ട് എൻ്റെ. ഓരോരോ സാധനം പാക്ക്, ബബിൾ റാപ്പ്, കാർട്ടണിൽ ഫുൾ റാപ്പൊക്കെ ചെയ്തിട്ട് ഇത് ട്രങ്ക് പെട്ടിയിലൊക്കെ ഇടുക, എല്ലാ സാധനവും ചെയ്യേണ്ടി വരും.
അപ്പോൾ ബയ്യുൻ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിഥുൻ ഇപ്പോൾ ഇവിടെ ഇല്ല, ഇനി എപ്പോഴാണ് വരിക അറിയില്ല. വേഗം വരികയായിരിക്കും, ഇപ്പം പോസ്റ്റിംഗ് വന്നില്ല, അപ്പോൾ എന്തായാലും വേഗം വരികയായിരിക്കും. 2-3 days മേ ബി മാക്സിമം. അപ്പം അതിൻ്റെ മുന്നേ വേഗം ഒക്കെ ചെയ്യണം. സോ ഇന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു എന്താണ് ലഞ്ചിന് ഉണ്ടാക്കുക. അപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി, ഒരു കറി കിട്ടി. അപ്പോൾ ഞാൻ ചോറ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കൂടുതൽ പണിയുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ചോറ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി ഉണ്ട് എൻ്റെ അടുത്ത്. സോ ചോറൊക്കെ കഴിച്ചിട്ട് ഇന്ന് എൻ്റെ ലൈഫിൽ വലിയ ഡേ ഇൻ മൈ ലൈഫ് പുറത്ത് ഒക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ കുറേ പാർട്ടീസൊക്കെ ഉണ്ടാകുമ്പോൾ ഡെയിലി ഇങ്ങനെ പോകാൻ നല്ല രസമായിരിക്കും. ഇന്ന് ഭയങ്കര ഒരു നോർമൽ ഡേ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. രാവിലെ തന്നെ ദീദി വന്ന് ഫുള്ള് വീടൊക്കെ ക്ലീൻ ചെയ്ത് ABC ജ്യൂസൊക്കെ ഒക്കെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പോയി. പിന്നെ ഞാനിവിടെ എൻ്റെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വീട്ടിൻ്റെ പുറത്ത് ഫോൺ ഇപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല അറ്റ് പ്രസൻറ്റ്. സോ ഇനി എൻ്റെ ലോഗ് ഔട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പാക്കിംഗ് തുടങ്ങണം. പാക്കിംഗ് കുറേയൊക്കെ ചെയ്ത് ബയ്യൻ്റെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബയ്യഎനിക്ക് പാക്കിംഗ് കുറേയൊക്കെ ചെയ്ത് ഡെക്കോർ മാത്രം. പക്ഷേ ഇതാ കിച്ചൺ ഇതെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യണം. എങ്ങനെയാണ് അറിയൂല. 2 weeks ഉണ്ട്. മെല്ലെ സാറ്റർഡേ സൺഡേ ആയിരിക്കും ഞാൻ മെയിൻലി ഇതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ അപ്പം ഞാൻ ഹൈലായിരുന്നു വെച്ച് അപ്പോൾ ഞാനൊരു 6:30 കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു 2 weeksൻ്റെ എൻ്റെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, എത്ര kg ഒക്കെ ലൂസാവുമെന്ന്. ഇപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് മാറ്റമുണ്ട്, ലൂസായിട്ടുണ്ട് കുറച്ച് വെയിറ്റ്. ഇനി ഞാൻ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. സോ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോവാം കുറച്ച് ബിഫോർ പാക്കിങ്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വാക്കിന് പോവും. ബയ്യ വന്ന് തോന്നുന്നു. കുറേ പണിയുണ്ട്. ഞാൻ എല്ലാ സാധനങ്ങളും അത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ആറിയിടണം. ഭയങ്കര വെയിലാണ്. ഫാനിൽ ഇരുന്നിട്ടും ഫുള്ള് വേർപ്പാ. ഭയങ്കര വെയിലാണ് ഇവിടെ. ഭയങ്കര വെയിൽ, ചൂട്. അപ്പം വെയിലൊന്ന് കുറച്ച് താഴെ ആയിട്ട് ഞാൻ കർട്ടൻസൊക്കെ പുറത്തിടും. പിന്നെ പുറത്തത്തെ ഡ്രസ്സ്, ഇന്നലെ ആറിട്ട ഡ്രസ്സ് ഒക്കെ ഉള്ളിലെടുത്തേക്കണം. പിന്നെ അത് പാക്ക് ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. സോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഞാൻ വെറുതെ ഏതെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാക്ക് ചെയ്തിട്ട് പിന്നെ വാക്കിന് പോവും. പിന്നെ തിരിച്ച് വരും, ഫുഡ് കഴിക്കും. അപ്പോഴത്തേക്ക് രാത്രി 9-9:30 ആവും. പിന്നെ കുറച്ചൊരു TV കണ്ട് ഫോണിൽ കളിക്കുമ്പോഴത്തേക്ക് ടൈമായി ഉറങ്ങും. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. സോ ഞാൻ സാരി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഈ ട്രങ്കിൽ ഇത്ര വലിയ ട്രങ്കാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ട്രങ്കാണ്. ഇതിൽ എൻ്റെ സാരിയും ചുരിദാറുള്ള ഇപ്പോൾ ഞാൻ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുക. ഫുള്ളായിട്ടില്ല. അപ്പോൾ ഇതിൽ ഇനിയും കുറേ ബാക്കിയുണ്ട്. ഇത് ഇനി ഞാൻ കുഴങ്ങിപ്പോയി. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ വിചാരിച്ച്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന, ഞാൻ റെഡി ആവുക. ഇനി എനിക്ക് വാക്കിന് പോകാനുണ്ട്. അപ്പം വാക്കിന് പോയിട്ട് ഇനി രാത്രിയോ നാളെയോ എന്താ ചെയ്യാൻ നോക്കാം. ഇപ്പം ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. വീട്ടിൽ 9 o'clock ആയി. വാക്കിനും പോയി കുറച്ച് ജിമ്മിൽ ട്രെഡ്മില്ലും ചെയ്ത് അപ്പോഴത്തേക്ക് എൻ്റെ മിസ്സസ് ബട്ടൺ എനിക്ക് അതിലെ ഡിന്നർ ആക്കി തന്ന് സേവയ്യ, ഇത് നംകീൻ സേവായി പറയും. സോ ഞാൻ ഭയങ്കര റിലീവ്ഡ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എന്താ കഴിക്കുക, ഒറ്റയ്ക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും തോന്നില്ല. സോ അത് കിട്ടി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. ഞാൻ വെള്ളം കുടിച്ച് മുഖമൊക്കെ കഴുകി മുഖം കഴുകി. ഇനി കുളിക്കണം ഒന്ന് കിടക്കുന്നതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ഉറക്കം വരില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. രാത്രി 11 മണിക്കാണ് ഞാൻ കർട്ടൻസൊക്കെ ആറിട്ടത്. ഇത്ര രാത്രിയായി. ആക്ച്വലി ഇത് 2 പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഓരോന്നാക്കിയിട്ട് ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതും കഴുകി. ഇനി ബാക്കി സെറ്റ് ഓഫ് കർട്ടൻസ് മെല്ലെ പിന്നെ കുഷൻ്റെ കവേഴ്സ് അതൊക്കെ ഇനി നാളെ. നെക്സ്റ്റ് റൗണ്ട് ടുമോറോ. എൻ്റെ ക്യാമറ എന്താ ഇത്ര ചീത്തെങ്കിൽ മനസ്സിലാവുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഇത് രണ്ടും തേക്കും. ഇപ്പം എനിക്ക് വെച്ചിട്ട് തേക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനൊന്നും പറ്റൂല. ബിക്കോസ് മടിയാന്ന്, ഭയങ്കര ടയേർഡ് ഫീലാണ്. രാവിലെ എണീറ്റ്
പണിയെടുത്ത് കുറേ പാക്കൊക്കെ ചെയ്ത് ഓഫീസ്, പിന്നെ വാക്കിന് പോയി, എക്സസൈസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വൈകിയ സത്യം പറഞ്ഞാൽ. ഇനി ജസ്റ്റ് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പക്ഷെ കിടക്കണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്കറിയില്ല. ഇനിയും എന്തായാലും 12 മണി കഴിയും. സോ അങ്ങനെ ബാക്കി എല്ലാ പണികളൊക്കെ ചെയ്തു. ഇനി ഞാൻ ബിഗ് ബോസ് കാണാൻ പോവാ. കുറച്ച് നേരം ബിഗ് ബോസ് വെറുതെ ടൈം പാസ്, വേറെ ഒന്നും കാണാനില്ല. എല്ലാ മൂവിയും എല്ലാ കാര്യങ്ങളും ഞാൻ ഡെയിലി രാത്രി ഇരുന്നിട്ട് പിന്നെ 12-1 മണി വരെ ആവും ഇപ്പം. പക്ഷേ എനിക്ക് ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വേഗം ഉറങ്ങും. അപ്പോൾ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉറങ്ങും. പിന്നെ രാവിലെ എന്തായാലും ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് എണീക്കണം. സോ യാ, ബൈ, ഗുഡ് നൈറ്റ്. ഇറ്റ് വാസ് എ ബോറിങ് ഡേ, ഐ നോ. എനിക്ക് പുറത്തൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പുറത്ത് ഇവിടെ ഫോൺ അലൗഡ് അല്ല പുറത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ, അപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടില്ല.